അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ജെയ്സൺ ചാമോളപ്പിൽ തൃശ്ശൂരിൽ നിന്ന് അല്പം അസ്വസ്ഥപ്പെടുത്തുന്നൊരു വാർത്തയുമായിട്ട് വരുന്നുണ്ട്. KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ രാത്രി യാത്ര ചെയ്ത 2 പെൺകുട്ടികൾക്ക് ഒരു ദുരനുഭവം ഉണ്ടായിരിക്കും. കൊരട്ടിക്കടുത്ത് പൊങ്ങത്തിറങ്ങാനായി ബസ് നിർത്താൻ ആവശ്യപ്പെട്ടെങ്കിലും ജീവനക്കാർ തയ്യാറായില്ല. മറ്റ് യാത്രക്കാർ ആവശ്യപ്പെട്ടിട്ടും ഡ്രൈവർ വണ്ടി നിർത്തിയില്ല. സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെന്ന് പറഞ്ഞാണ് ഇവർ നിർത്താതിരുന്നത്. ഇതോടെ യാത്രക്കാർ കൊരട്ടി പോലീസിൽ വിവരം അറിയിച്ചു. പിന്നീട് ചാലക്കുടി സ്റ്റാൻഡിലാണ് കുട്ടികളെ ഇറക്കിയത്. കോളേജ് അധികൃതർ എത്തി കൂട്ടിക്കൊണ്ടു. ജെയ്സൺ ചാമവളപ്പിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജെയ്സൺ, ഇത് വൃത്തികേടാണ് അങ്ങനെ ഈ KSRTCയിലെ ജീവനക്കാർ കാണിച്ചത്. ഒരു സർക്കുലർ നേരത്തെ KB ഗണേഷ് കുമാർ അടക്കം ഇറക്കിയിരുന്നു. അതനുസരിച്ച് രാത്രി 9 മണിക്ക് ശേഷം KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെങ്കിലും മറ്റേതാണെങ്കിലും പ്രത്യേകിച്ച് സ്ത്രീ യാത്രക്കാരുണ്ടെങ്കിൽ അവർ പറയുന്ന സ്ഥലത്ത് വണ്ടി നിർത്തിക്കൊടുക്കണമെന്ന് റൂൾ ഉള്ളപ്പോഴാണ് ഈ വൃത്തികേട് കാണിച്ചിരിക്കുന്നത്. ഇതെന്താ സംഭവിച്ചത് ജെയ്സൺ? അരുൺകുമാർ, ഇന്നലെ രാത്രി 9:30-ക്ക് ശേഷമാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടാകുന്നത്. പിന്നെ ഇവർ അങ്കമാലിയിൽ നിന്നാണ് കയറുന്നത്. കൊരട്ടിക്കടുത്ത് പൊങ്ങത്തിറങ്ങാൻ വേണ്ടി 2 ടിക്കറ്റ് എടുത്തു. 64 രൂപ നൽകി 2 ടിക്കറ്റ് ഈ 2 കുട്ടികളെടുത്തു. അവർ നൈപുണ്യ കോളേജിലെ വിദ്യാർത്ഥികളാണ്. രാത്രി വൈകി യാത്ര വളരെ റിസ്ക് ഉള്ള കാലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ ഓരോ വാർത്തകളും പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും കുട്ടികൾക്കും ഭയമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് എത്തിച്ചേരേണ്ട സ്ഥലത്താണ് അവർ വണ്ടി നിർത്തണമെന്ന് KSRTC കണ്ടക്ടറോടും ഡ്രൈവറോടും ആവശ്യപ്പെട്ടു. പക്ഷേ അവർ അതിന് തയ്യാറായില്ല. ഇതോടുകൂടി കുട്ടികൾ വലിയ കരച്ചിലായി, വലിയ ഭയമായി. കാരണം എങ്ങനെ പോകും? ദേശീയപാതയിലാണ്, വണ്ടി നിർത്തിയാൽ മറ്റൊരു വാഹനം കിട്ടാനുള്ള സംവിധാനമില്ല. സ്വാഭാവികമായിട്ടും വഴിയിലേക്ക് നിർത്തിപ്പോകുന്ന സ്ഥിതി വലിയ കഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ വലിയ കരച്ചിലായി. യാത്രക്കാർ അതിലിടപെട്ടു. പക്ഷേ വണ്ടി നിർത്താൻ തയ്യാറായില്ല. പിന്നീട് പ്രതിഷേധം ശക്തമാകുമെന്ന് കണ്ടപ്പോൾ മുരിങ്ങൂരിൽ നിർത്താമെന്ന് വർഷം മുരിങ്ങൂരിൽ നിർത്തിയാൽ ഇവർക്ക് മറ്റൊരു വാഹനം കിട്ടുന്ന സ്ഥിതിയില്ലല്ലോ. പിന്നീട് അവർ ചാലക്കുടി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ബസ് സ്റ്റാൻഡിൽ വന്നു. അവർ പരാതി, അപ്പോഴേക്കും പോലീസ് വന്നു. അപ്പോഴേക്കും പരാതി ഇവർ കൊടുത്തു. ഈ സ്റ്റേഷൻ മാസ്റ്റർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വളരെ വലിയ ദുരനുഭവമാണ്. ഇപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കാണ്, നമ്മുടെ അമ്മമാർക്കാണ്, നമ്മുടെ സഹോദരിമാർക്കാണെങ്കിൽ സംഭവിക്കുമെങ്കിലോ രാത്രികാലങ്ങളിലെ യാത്ര അല്ലാതെ ഭയപ്പെടുത്തുന്ന, അതിനേറെ റോഡ് ഒരു ദേശീയപാതക്കരിയിലേക്ക് ഇറക്കി വിടുന്ന അല്ലെങ്കിൽ അങ്ങനെ പോകേണ്ട സ്ഥിതിയൊക്കെ വന്നാൽ അതീവ വേദനാജനകമാണ്. അത്തരമൊരു സംഭവമാണ് ഇന്നലെ രാത്രി ഉണ്ടായത്. കുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്. നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, രാത്രികാലങ്ങളിൽ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് വാഹനം നിർത്തി കൊടുക്കണമെന്ന നിർദ്ദേശം കാലങ്ങളായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് ചിലർ പരിഗണിക്കുന്നില്ല. പണ്ട് ആരും പരിഗണിക്കാറില്ല എന്നതാണ് സത്യം. മുഴുവൻ ജീവനക്കാരെ നമ്മൾ കുറ്റപ്പെടുത്തരുത്, അടച്ചാക്ഷേപിക്കരുത്. കാരണം ഒട്ടുമിക്ക ആളുകളും അത് ചെയ്യുന്നുണ്ട്. പക്ഷേ പലരും ചെയ്യുന്നില്ല. അതിലൊരു സർക്കുലർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 9 മണിക്ക് ശേഷം ഏത് ബസ്സുകളാണെങ്കിലും, ദീർഘദൂര ബസ്സുകളാണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളാണെങ്കിലും വനിതാ യാത്രക്കാരുണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് സുരക്ഷിതമായിട്ട് നിർത്തി കൊടുക്കണം എന്നുള്ളതാണ് ചട്ടം. നമ്മൾ തന്നെ എത്രയോ വാർത്തകൾ നേരത്തെ ചെയ്തു ഇതേപോലെ ബുദ്ധിമുട്ട്. ഇപ്പോഴും ഇക്കാലത്തോടുള്ളൂ. ഒരു പ്രേക്ഷകന്റെ മെസ്സേജ് ഉണ്ട് കേട്ടോ. ഇത് അജയ് കുമാർ പറയുന്നു, ഈ ഡ്രൈവറൊക്കെ സ്വന്തം മക്കളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിയല്ലേ? ഇപ്പൊ ജെയ്സൺ പറഞ്ഞതുപോലെ ഈ ഡ്രൈവറൊക്കെ ഇത് ചെയ്യാൻ സാധ്യതയുള്ളൂ. എന്തായാലും നടപടി വേണം. ജെയ്സൺ റിപ്പോർട്ട് ചെയ്തതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ഒരു ചട്ടം തന്നെയുണ്ട്. രാത്രി 9 മണിക്ക് ശേഷം സ്ത്രീ യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത്, ഇനി ഏത് സൂപ്പർ ഫാസ്റ്റ് ബസ്സാണെങ്കിലും ഏത് ദീർഘദൂര ബസ്സാണെങ്കിലും അവർ ആവശ്യപ്പെടുന്നിടത്ത് വാഹനം നിർത്തിക്കൊടുക്കണം. നിർത്തിക്കൊടുത്തേ മതിയാകൂ. നമ്മുടെ നാടാണ്, സുരക്ഷിതത്വമൊന്നുമില്ല പലയിടത്തും. അതും ദേശീയപാതയിലൊക്കെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഈ പെൺകുട്ടികളെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ ആര് സമാധാനം പറയും? ഈ ഡ്രൈവറും കണ്ടക്ടറും സമാധാനം പറയൂ? ഇന്നും മോശം പരിപാടിയാണ് കാണിച്ചത്. മിനിസ്റ്റർ ഈ കാര്യത്തിൽ ഇവർക്ക് ശക്തമായിട്ടുള്ളൊരു താക്കീത് കൊടുക്കണം. അവരെ പിരിച്ചുവിടണമെന്നൊന്നുമല്ല നമ്മൾ പറയുന്നത്, പക്ഷേ അവർക്ക് ശക്തമായൊരു താക്കീത് കൊടുക്കണം. മാത്രമല്ല, ഇത്തരം ഈ ജനവിരുദ്ധമായിട്ടുള്ള പരിപാടികൾ കാണിച്ചാലുണ്ടല്ലോ, യാത്രക്കാർക്ക് വിരുദ്ധമായുള്ള പരിപാടി കാണിച്ചാൽ ആൾക്കാർ KSRTC വെറുക്കുന്ന കാലം വരും. നമ്മളൊക്കെ KSRTC ഒന്ന് ഇഷ്ടപ്പെട്ട് വരികയായിരുന്നു. വെറുതെ എന്തിനാണ്?